ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് അത് ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത് എന്ന് കരുതി മാത്രമാണ് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറായിട്ടുള്ളത്. മാർക്കറ്റിൻ്റെ എന്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായാലും ശരി, നമ്മുടെ പോർട്ട്ഫോളിയോ റെഡിലോട്ട് പോയി ഇല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ തന്ന് തുടങ്ങുന്ന ഒരു കാലത്ത് നമുക്ക് എപ്പോഴും ടെൻഷൻ തന്നെയായിരിക്കും. നമ്മൾ ഇന്നേ വരെ നമ്മുടെ കുഞ്ഞിലോട്ട് ഇങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മൾ കണ്ടു വളർന്നിട്ടില്ല. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ ഉണ്ടെന്ന് എഴുതുക, ഞാൻ 100 രൂപ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കി, ബാക്കി 900 രൂപ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയത് കൊണ്ട് മാത്രമാണ് അത് 900 രൂപയായത്. ഇല്ലെങ്കിൽ 1000 രൂപയിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്നേനെ. അടുത്ത ഒരു വർഷം ആ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ചിലവിന് വേണ്ടിയിട്ട് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു 4% 5% ഒക്കെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നതിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് 1050 രൂപയായിട്ടോ 1040 രൂപയായിട്ടോ എൻ്റെ അക്കൗണ്ട് വളരും. സോ നമ്മൾ ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മുടെ കാശ് വളരാത്തത് നമ്മൾ കാണുന്നില്ല. എപ്പോഴും അത് വളർന്ന് മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടും മ്യൂച്വൽ ഫണ്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീഗ്രോത്തും കൂടെ നമ്മൾ എപ്പോഴും കാണേണ്ടതായിട്ട് വരും. ഈ ഡീഗ്രോത്ത് ഇല്ലാതെ കൃത്യമായിട്ടുള്ള റിട്ടേൺ തരുന്ന ഒരു നല്ല പദ്ധതിനെ പറ്റിയിട്ട്, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡ്. പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്കീമും ആയിരിക്കും. യൂഷ്വലി നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേർക്ക് പോസ്റ്റ് ഓഫീസിൽ നല്ല ഡിപ്പോസിറ്റുകളുണ്ട്. പക്ഷെ അവിടെ തന്നെ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് പോസ്റ്റ് ഓഫീസിൽ FD ഇടുന്നതാണ്. ബാങ്കുകളെക്കാളും ഒരുപാട് റിട്ടേൺ കൂടുതലായിരുന്നു പോസ്റ്റ് ഓഫീസിൽ FDകൾക്ക്. ഏകദേശം 7.5% പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന FD റിട്ടേൺ. നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ പഠനം, ഒരു വീട് വെക്കണം, ഒരു വാഹനം എടുക്കണം, ഇങ്ങനെയുള്ള നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളായിരുന്നു പോസ്റ്റ് ഓഫീസിലെ FDs. ഇത് ലോങ് ടേമിലേക്ക് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരു വലിയ കോർപ്പസ് അവരുടെ കയ്യിലുണ്ട്, അത് അവർക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അത് വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. 7.5% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര നാളുകൾ കൊണ്ട് ഇത് 15 ലക്ഷം രൂപയിലേക്ക് എത്താം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. നമ്മുടെ പോസ്റ്റ് ഓഫീസ് FDസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സീനിയർ സിറ്റിസൺസിൻ്റെ പേരിലും ചെയ്യാം, നമ്മളുടെ പേരിലും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലയളവ് കഴിയുമ്പോൾ നമ്മളത് പുതുക്കി രണ്ടാമത് പുതിയ FD ആയിട്ട് ചെയ്യണം. അത് നമുക്ക് ഈ ആദ്യത്തെ 5 വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൃത്യം ഡീറ്റെയിൽസ് നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്. നമ്മൾക്ക് എപ്പോഴും 5 വർഷത്തെ കാലയളവിൽ എടുത്തതിന് ശേഷം അത് രണ്ടാമത് പുതുക്കി വെക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ പേഴ്സണലി 5 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ FDയിൽ ഇട്ടു. 5 കൊല്ലം കഴിയാൻ നേരം എനിക്ക് എത്ര രൂപയായി കാണും എൻ്റെ ക്യാപിറ്റൽ 7.5% റിട്ടേൺ വെച്ചിട്ട് എൻ്റെ ക്യാപിറ്റൽ ഏകദേശം 7,25,000 രൂപ എന്ന് പറയുന്ന കോർപ്പസിലേക്ക് എത്തും. നമ്മുടെ ലക്ഷ്യം 15 ലക്ഷം എത്ര നാളുകൾ കൊണ്ട് എത്തും എന്ന് അറിയാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എമൗണ്ടിനെ വീണ്ടും രണ്ടാമതും പുതുക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ FD രണ്ടാമതും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അടുത്ത 5 വർഷത്തേക്കും കൂടെ FDയിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം നമ്മുടെ ക്യാപിറ്റൽ 10,58,000 രൂപയിലേക്ക് എത്തുന്നു. നമ്മുടെ 10 വർഷങ്ങൾ പോയിട്ടുണ്ട് ഏകദേശം. നമ്മൾക്കറിയാം നമ്മളുടെ ക്യാപിറ്റൽ എപ്പോഴും വളരാനായിട്ട് ഒരു 10 തൊട്ട് 15 വർഷം, 15 വർഷം തൊട്ട് 20 വർഷം വരേക്കുള്ള ടൈമാണ് നമ്മളുടെ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷം തൊട്ട് 15 വർഷം വരെ വീണ്ടും ഈ FDയിൽ തന്നെ റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മളുടെ എമൗണ്ട് ഇട്ടാൽ 15ാമത്തെ വർഷം നമ്മളുടെ കയ്യിൽ 15,34,000 രൂപയ്ക്ക് അടുത്ത് ഉണ്ടാവും. ഇത്രയും കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് 15 ലക്ഷം നിങ്ങളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ പറ്റിയിട്ട് പരിഗണിക്കാവുന്നതാണ്. റിസ്ക് 0 ആയിരുന്നു. ഏകദേശം 15 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10,34,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ഈ ഒരു സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും.
ലോങ് ടേമിലേക്ക് മാത്രമാണ് നമ്മൾ ഇതേപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നോക്കേണ്ടത്. ഒരിക്കലും നമ്മൾ വളരെ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് നോക്കിയിട്ട് കാര്യമില്ല. എവിടെയാണ് ഇതിൻ്റെ പ്രശസ്തി വരുന്നത്? ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷനാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ബാങ്ക് ഇൻട്രസ്റ്റുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരിക്കലും കൂടി പോകത്തില്ല. ബാങ്ക് ഇൻട്രസ്റ്റുകൾ കുറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്ന രീതിയിൽ നമ്മളുടെ ആൾക്കാരുടെ കയ്യിലുള്ള കാശ് നേരെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടോ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടോ നമ്മൾ കൊണ്ടിടും. കാര്യം ബാങ്കിൽ ഇട്ട് വെച്ചത് കൊണ്ട് നമ്മൾക്ക് അധികം ഇൻട്രസ്റ്റുകളോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വളരെ വലിയ റിട്ടേൺസ് ഒന്നും കിട്ടണ്ട, പക്ഷേ എൻ്റെ കയ്യിലുള്ള കാശ് വളരെ സേഫ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പ്ലാൻസും കാര്യങ്ങളും പരിഗണിക്കാം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഈ പറയുന്ന രീതിയിൽ 7.5% വെച്ചുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇയർലി നിങ്ങളുടെ ക്യാപിറ്റൽ വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസോ മാർക്കറ്റ് കണ്ടീഷൻസോ ഒന്നും ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സേഫാണ്, വളരെ ഈസി ആയിട്ടുള്ള റിട്ടേൺസും ആയിരുന്നു. സോ നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ പരിഗണിക്കാവുന്നതാണ്. ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. എപ്പോഴും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാവൂ. എല്ലാ ഫിനാൻഷ്യൽ ഡിസിഷൻസിൻ്റെ പുറകിലും റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സോ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.